നിർത്ത്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ എന്നെ കാർ കയറ്റി കൊല്ലടാ. അടിച്ച് പൊളിക്കില്ല. ദുർഭരണം നടത്തിയ സർ CP രാമസ്വാമിയുടെ മൂക്ക് വെട്ടിയതുപോലെ ഈ CPയുടെ മൂക്ക് മാത്രല്ല ഞാൻ വെട്ടുക, തലയും ഞാൻ വെട്ടും. അപ്പൊ നീ വിചാരിക്കും ഞാൻ നക്സലൈറ്റ് ആണെന്ന്. ഞാൻ നക്സലൈറ്റ് അല്ലടാ. അപ്പൊ പിന്നെ ഞാൻ ആരാ? പറയടാ, ഞാൻ ആരാന്ന്. ഇവൻ ഏതാ? ഉണ്ണി സാറിന്റെ പാർട്ടിയാ. ഉണ്ണി എന്ന് പറഞ്ഞ ആരാ? ആരാന്നാ നിന്റെ വിചാരം? ഉണ്ണി എന്ന് വെച്ചാ ഒരു പ്രസ്ഥാന. ഉണ്ണികൃഷ്ണനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കിളിയാണെന്ന് നീ ഇപ്പൊ ഓർത്തോ? തീന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുപ്പില് ഊതി ഊതി ഇങ്ങനെ തീയിൽ കുരുത്തു വളർന്നവരാ മോനെ ഞങ്ങള്. ആദ്യം നിന്റെ ഈ ചുവന്ന തുക്കടക്കാറ് കത്തിക്കും, പിന്നെ ഞാൻ നിന്റെ കമ്പനി കത്തിക്കും, സോറി പിന്നെ നിന്നെ കത്തിക്കും. അതീന്ന് ഒരു പിടി ചാരം ഈ വലത് കൈകൊണ്ട് വാരിയെടുത്ത് ഭാരതപ്പുഴയെ കൊണ്ടൊഴുക്കും. എന്നിട്ട് ആ ചാരം ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ കുറച്ചു നേരം ഇങ്ങനെ ചങ്കേച്ച അങ്ങനെ തട്ടി കളിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയടാ. എടാ പറയാൻ മാറി എന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ നത്തുനൂറ? എന്താ നീ ചെയ്യാതെ? നീ പോട കഷണ്ടി കഴിവേരുടെ പുന്നുമോനെ. എടാ പുല്ലേ, എന്നെ പിടിച്ചു വിട്ടതല്ല, ഞാൻ റിസൈൻ ചെയ്ത്. അറിയോ സാർ? ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവൻ വീട്ടു മാഷേ, എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാം. എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ പറ. എന്തായാലും ഇയാളുടെ ജോലി പോയോ? ആ വിഷമം കൊണ്ടാ ഞാൻ മുക്കറ്റം കുടിച്ചത്. അല്ലാതെ സാധാരണ കുടിയന്മാര് കുടിക്കുന്നത് പോലെ കുടിക്കാൻ വേണ്ടി ദുഃഖം ഉണ്ടാക്കിയതല്ല. എന്താ മാഷേ? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. കാണിച്ചെങ്കിൽ കണക്കായി പോയി. എന്റെ മാഷെ, വെള്ളമടിച്ച് ബോധമില്ലാതെ ഒരുത്തൻ തെമ്മാടിത്തരം കാണിച്ചു വന്നിരിക്കട്ടെ. മാഷ് എന്ത് ചെയ്യും? കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കും അല്ലേ? അയാള് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഈ സംഗതി അവിടെ വെച്ച് തീരില്ലേ? അതിന് ഇവൻ ഇവിടെ കിടന്ന് കൊല വിളിച്ചിട്ടും കൊമ്പ് വിളിച്ചിട്ടും എന്താ കാര്യം? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞെന്നെ കാണിക്കല്ലേ വേണ്ടത്. വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്ന് മാഷെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്ക് മാഷേ. നാ പറഞ്ഞു മിണ്ടിപ്പോരുത് നീ. മനസ്സിലായി. ഇപ്പൊ എനിക്ക് മാഷ മനസ്സിലായിട്ടോ. ഞാൻ പോവാ. വന്ന് ഊണ് വെച്ചിട്ട് പോടോ. വിളിച്ചോണ്ട് വരണതാ. അല്ലെ ആര് വരും? അയാൾ എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിക്കാ അറിയോ? പുറഞ്ചട്ട നന്നായിരുന്നാലും ചിലതൊക്കെ റബിഷ് ആയിരിക്കും. വായിച്ചു തുടങ്ങുമ്പോ തന്നെ അറിയാം ചവറ്റുകുട്ടയിലേക്കുള്ളതാണോ അല്ലയോ എന്ന്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെ. കൂലിക്ക് ആളെ വിട്ട് തെറി വിളിപ്പിക്കുന്നവൻ കുടുംബക്കാരനായിരിക്കും. നോ, നെവർ. ദാറ്റ് ഇസ് റബിഷ്. പാരമ്പര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദം. ഉണ്ണി എന്തെങ്കിലും? ഏയ്, ഉണ്ണിയല്ല, ആരായാലും. ഞാൻ പൊതുവെ പറഞ്ഞെന്നേ ഉള്ളൂ. കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. അടുത്ത മാസം 14-ാം തീയതി വീടും പറമ്പ് ജപ്തിയാ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല വാര്യരെ. വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴിയാ? ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ അങ്ങോട്ട് ഒന്ന് കാര്യം പറയാ. ആരോടാ? മൂത്ത മോനോട്. അല്ലാതാടാ. അവര് ബുദ്ധിപൂർവ്വം അല്ലയോ ശ്രീധനൊന്നും പറഞ്ഞ് കാറ് തന്നത്. ആ വേലയൊക്കെ മനസ്സിൽ വെച്ചേക്കാൻ പറ. എന്താടാ? വെച്ചിട്ട് പോ. അവനെ ഡോക്ടറാക്കാൻ വേണ്ടി നമ്മൾ കുറെ മുടക്കതല്ലയോ? വഴിയിലിറങ്ങി തെണ്ടിയാലും ശരി, അവന്റെ ഒരു ചില്ലി കാശും എനിക്ക് വേണ്ട. പിന്നുള്ളത് ഉണ്ണികൃഷ്ണനാ. അവനാണെ ഉള്ള ജോലിയും കളഞ്ഞിട്ട് മെഴുങ്ങസ്യാന്നും പറഞ്ഞ് കുത്തിയിരിക്കുക. അവൻ വിചാരിച്ച എന്തോ മല പറിക്കാനാ. ജോലിയും തൊഴിലും ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പോ എന്തേലും നടക്കണമെങ്കിൽ അവനൊരു വഴി. അത് തന്നെ അടുത്ത വഴി. CPക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. മകൾക്ക് വേണ്ടി അയാൾ എന്ത് ചെയ്യും? ഈശ്വരപിള്ള ചേട്ടൻ ധൈര്യമായി പോയി അങ്ങോട്ട് സംസാരിക്കാം. ജപ്തി പ്രശ്നം നമുക്ക് പുല്ല് പോലെ പരിഹരിക്കാം. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അവനോട് ചോദിക്കാൻ പറയൊന്നും വേണ്ട. ആദ്യം കാര്യം നടത്തുക, പിന്നെ കല്യാണം. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനൊന്നുമല്ല. ഉണ്ണിയെ പോലെ തന്നെ. സ്വയം പൊക്കി പറയൊന്നുമല്ല.
കുറച്ച് സ്മാർട്ടായിരുന്നു ഞാനും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും അതൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ഈ നിലയിലെത്തിയതിൽ ഞാൻ അഹങ്കാരം പറയുകയല്ല. റിയലി ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എന്ന് വെച്ച് പഴയ എന്നെ ഞാൻ മറക്കില്ല. ഐ മീൻ ചേട്ടനെയും ഉണ്ണിയെയും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇന്നേ വരെ കൈ നീട്ടിട്ടില്ല. കിടപ്പാടം പോകുന്ന കാര്യമായോണ്ടാ. ഉണ്ണി അറിഞ്ഞ അവൻ ആത്മഹത്യ ചെയ്യും. എന്നേക്ക് അഭിമാനി അവനെ. അതുകൊണ്ട് ഇത് സ്ത്രീധനായിട്ട് കരുതണ്ട, കടമാണെന്ന് വിചാരിച്ചാൽ മതി. ഞാനിത് തിരിച്ചു തരും. ഇത് സ്ത്രീധനവുമല്ല, കടവുമല്ല. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് ഞാൻ നൽകുന്ന ഒരു സഹായമാണ്. എന്നെ വെറുക്കുന്നെങ്കിൽ മാത്രമേ തിരിച്ചു തരാവുള്ളൂ. ഞാനീ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും എൻ്റെ മോൻ വേദനിക്കാനിടയാകരുത്. ഇന്ന് ഏതാണ്ട് ഒരു കോളത്ത മട്ടുണ്ടല്ലോ. നീ ഐസ് ക്യൂബ്സ് ഇട്. ഓർക്കാപ്പുറത്തൊരു ബിസിനസ് ലക്ക് എന്നല്ലാതെ എന്ത് പറയാനാ. 1 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ഉറപ്പിച്ചു, ചെക്കും കൊടുത്തു. ഫോർ യുവർ ഹെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. 10 ലക്ഷം ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു, എന്നാലും ലാഭ. റിയലി ഐ ആം പ്രൗഡ് ഓഫ് യു. യു ആർ വെരി വെരി ലക്കി. തുടങ്ങിയപ്പോ തന്നെ നല്ല പൂസായ മട്ടുണ്ടല്ലോ. യു ആർ റൈറ്റ്. ഞാൻ ഇന്ന് നല്ല ഫോമില. എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. നിന്നെ ഓർത്ത് കണ്ണുമടച്ച് ഞാൻ കൊടുത്തു. നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ചോദിച്ചാലും ഞാൻ കൊടുക്കും. അച്ഛാ, അച്ഛാ, 1 ലക്ഷം രൂപയെ ബാക്കി വല്ല ഉണ്ടെങ്കിൽ താ. വിഷം വാങ്ങിച്ചു തരട്ടെ. നാണവും മാനവും ലെവലേശമുള്ള ഒരുത്തനും ഈ നാറിയ പണി കാണിക്കത്തില്ല. മകന്റെ പേര് പറഞ്ഞ് വിലവേശി ശ്രീധനം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. പോക്കില്ലാത്തവൻ പോയി തെണ്ടണം, അതിനൊരു അന്തസ്സുണ്ട്. വീടും പറമ്പും നഷ്ടപ്പെട്ട അഭിമാനമുള്ളവൻ തെരുവിലോ കടത്തുന്നതിലോ പോയി കിടക്കണം. എന്നോട് ചോദിക്കാൻ CPയോട് പോയി കാശ് ചോദിക്കാൻ അച്ഛൻ എന്താ അവകാശമുള്ളത്? എന്തുറപ്പും മേലെ അച്ഛൻ കാശ് ചോദിച്ച്? എനിക്ക് അയാളുടെ മോളെ കെട്ടാൻ മനസ്സില്ല. എനിക്ക് വരെ അച്ഛൻ പോയി വേണ്ട പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി കാശ് ആവശ്യമെന്ന് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് അച്ഛൻ വിൽക്കും. അച്ഛൻ മനസാക്ഷി ഇല്ലാത്തവനാ. അമ്മ ചത്തതിൽ അച്ഛന് നാണം കെട്ടൊരു പങ്കുണ്ട്, അറിയോ? സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്. അച്ഛൻ എന്റെ മുമ്പ് ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് തികട്ടി വേണ്ട, ഞാനിവിടെ നിന്നാ ശരിയാവില്ല.